ഒരു കാലത്ത് പല രീതിയിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ശക്തമായിട്ടുള്ള തന്റെ രാഷ്ട്രീയ നിലപാടുകളിലൂടെയും പ്രതികരണങ്ങളുടെയും വളരെ വലിയൊരു സ്ഥാനം ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആകട്ടെ കൊൽക്കത്തയിലെ രാജ്യത്തെ നടുക്കിയ ബലാത്സംഗ കേസിൽ, ഡോക്ടറുടെ ബലാത്സംഗ കേസിലെല്ലാം വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ഇടപെടലുകളും നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളും അതേപോലെ തന്നെ ഇടപെടലുകളും വളരെയധികം ജനപിന്തുണ ലഭിക്കുന്നവ തന്നെയാണ്. സെൻസസ് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ശക്തമായി വാദിക്കുന്ന ഒരാൾ കൂടിയാണ് രാഹുൽ ഗാന്ധി. ജാതി സെൻസസ് നടത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ ശക്തമായി വാദിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ജാതിയും മതവും ഒക്കെ പാർലമെന്റിൽ BJP നേതാവായിട്ടുള്ള അനുരാഗ് ഠാക്കൂറും മറ്റും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ജാതി എന്താണെന്ന് അല്ലെങ്കിൽ മതം എന്താണെന്നോ അറിയില്ല എന്നുള്ള രീതിയിലായിരുന്നു അവർ ആ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ പിതാമഹന്മാരായിട്ടുള്ള പിതാവിന്റെയും മാതാവിന്റെയും ഒക്കെ റിലീജിയനും അതേപോലെ റെസിഡൻസും ഒക്കെ ചൂണ്ടിക്കാട്ടിയായിരിക്കാം അത്തരത്തിലൊരു അന്തർധാരയിലൊരു ചോദ്യം ചോദിച്ചത് എന്നുകൂടി നമ്മൾ ഇതിന്റെ ഒപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എപ്പോഴും അദ്ദേഹത്തെ ജാതിയുടെ പേരിൽ കടന്ന് ആക്രമിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ജാതി സംവരണം എന്ന ആശയത്തെയും കടന്ന് ആക്രമിക്കുന്ന ഒരു ടെൻഡൻസി നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ജാതി മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റിലീജിയൻ മെൻഷൻ ചെയ്യുന്ന ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളിൽ ജാതി സംവരണം എത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായാലും ഞാൻ അതിനെ നേരിടും അല്ലെങ്കിൽ ആ വിഷയം മുന്നോട്ട് കൊണ്ടുവരും എന്ന് വളരെ വ്യക്തതയോടെ തന്നെയാണ് അദ്ദേഹം ആ മീറ്റിംഗിൽ പറയുന്നത്. അതോടുകൂടി ഈ ജാതി സംവരണം നടപ്പിലാക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഓരോ തിരുത്തലുകളും അതിനെ കൂടുതൽ ശക്തിപ്പെടുന്നത് തന്നെയാണ്. അദ്ദേഹം ഈ ജാതി സംവരണവുമായി ബന്ധപ്പെട്ട് പല നിരീക്ഷണങ്ങളും നടത്തിയിരുന്നു. ആ കൂട്ടത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ഒരു പുതിയ പരാമർശം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പുതിയ വാക്കുകൾ കൂടി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാൻ സാധിക്കുന്നത്. മിസ് ഇന്ത്യ മത്സരാർത്ഥികളുടെ പട്ടികയിൽ ദളിത്, ഗോത്ര, OBC വിഭാഗങ്ങളിലെ വനിതകൾ ഇല്ല എന്നാണ് ജാതി സെൻസസ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഹുൽ ഗാന്ധി അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഈ അഭിപ്രായം വളരെ വലിയ ജനശ്രദ്ധയിലേക്കാണ് വരുന്നത്. ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളിലും, അത് ഇപ്പോൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ, ഇവിടെയെല്ലാം SC ST അതേപോലെ തന്നെ ദളിത് അല്ലെങ്കിൽ മറ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ പങ്കാളിത്തം വളരെയധികം കുറവാണെന്നുള്ളത് വിസ്മരിക്കാൻ കഴിയാത്തൊരു സത്യാവസ്ഥയാണ്. റിസർവേഷനെ പറ്റി വാതോരാതെ സംസാരിക്കുകയും റിസർവേഷൻ നിർത്തലാക്കുകയൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഉയർന്ന സ്ഥാപനങ്ങളിലൊന്നും ഉയർന്ന പോസ്റ്റുകളിൽ ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഇല്ലാത്തതെന്നുള്ള കാര്യം മറക്കാതെ വേണം നമ്മൾ ഈ കാര്യത്തിനെ പറ്റി പറയാനുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ സൗന്ദര്യ മത്സരങ്ങൾ അല്ലെങ്കിൽ ഒരു ഫെയിം കിട്ടുന്ന മത്സരങ്ങളിലെല്ലാം മിസ് ഇന്ത്യ മത്സരാർത്ഥികളുടെ പട്ടികയിൽ ദളിത് അതേപോലെ തന്നെ മറ്റ് ഗോത്ര OBC വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം ഇല്ല എന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഈ ദളിത് അതേപോലെ തന്നെ പട്ടികവർഗ ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ മിസ് ഇന്ത്യ പട്ടികയിലുണ്ടോ എന്നറിയാൻ വേണ്ടി പരിശോധിച്ചു നോക്കുകയായിരുന്നു. എന്നാൽ ഈ വിഭാഗത്തിൽ നിന്ന് ആരുമില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വാതന്ത്ര്യം എല്ലാം കിട്ടി ഇത്രയും വർഷങ്ങളായിട്ടും ഇപ്പോഴും മെയിൻ സ്ട്രീമിലോട്ട് വരുന്ന വിഭാഗങ്ങളിൽ ഈ പറയുന്നത് പോലെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടതായിട്ടുള്ള ജനവിഭാഗത്തിന്റെ ഒരു പിന്തുണ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാതിനിധ്യം കുറയുന്നതിന്റെ ഒരു ലക്ഷണമായിട്ടാണ് അദ്ദേഹം ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ജാതി സെൻസസുമായി കൂട്ടി പറഞ്ഞ വേറൊരു കാര്യം, ഈ കർഷകരുടെയും തൊഴിലാളികളുടെയും ഒന്നും കാര്യത്തിൽ താല്പര്യം കാണിക്കാതെ ഈ സോഷ്യൽ മീഡിയകൾ മുഴുവൻ ഡാൻസ്, പാട്ട്, ക്രിക്കറ്റ്, ഹോളിവുഡ്, ബോളിവുഡ് തുടങ്ങിയ വിഷയങ്ങളിൽ മാത്രം വ്യാപൃതരായി ഇരിക്കുകയാണ് എന്നും മാധ്യമങ്ങളെയും വിമർശിച്ചിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും മെയിൻ സ്ട്രീമിലേക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ വരുന്നില്ല എന്നൊരു വിമർശനമാണത് മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ജാതി സെൻസസ് നടപ്പാക്കുമെന്നും സംവരണത്തിലെ 50% പരിധി നീക്കുമെന്നാണ് അദ്ദേഹം വാക്ക് നൽകിയിട്ട് ഉള്ളത്. അത് എന്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. ജാതി സെൻസസ് മാത്രം നടപ്പാക്കിയാൽ പോരെന്നും രാജ്യത്തെ വരുമാന വിതരണത്തെ കുറിച്ച് അറിയേണ്ടതും പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്നും രാഹുൽ ഗാന്ധി ഈ പ്രസംഗത്തിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. 90% ജനങ്ങളും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നില്ല. കാരണം പലപ്പോഴും ഈ പറയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട പല ജനങ്ങളും പലപ്പോഴും അതിന്റെ അടിത്തട്ടിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് ഒഴിവാക്കിപ്പെട്ടു പോകുന്നതിന്റെ ഒരു അവസ്ഥ കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ 90% ജനങ്ങളും ഒരു പക്ഷെ അവർക്ക് പ്രിവിലേജുകൾ ഇല്ലാത്തത് കൊണ്ടോ അവർക്ക് ഉയർന്നു വരാനുള്ള അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. ഇവർക്ക് ഈ ഒരു സ്കില്ലുണ്ടായിരിക്കാം, നൈപുണ്യം ഉണ്ടായിരിക്കാം, അതിനുള്ള വൈദഗ്ധ്യം ഉണ്ടായിരിക്കാം. എന്നാലും ഈ സംവിധാനവുമായി നമ്മുടെ
ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അവർക്കാർക്കും ഉയർന്നു വരാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ജാതി സെൻസസ് അവകാശപ്പെടുന്നതെന്നാണ് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർക്കുന്നത്. അത് വളരെ ശക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് കിട്ടുന്ന സാമ്പത്തികവും സാമൂഹികവുമായുള്ള പിന്തുണകൾ ലഭ്യമാകാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് അവരുടെ അവസരങ്ങളും അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും ഒക്കെ കഴിയാത്തൊരു സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാതി സെൻസസ് വേണമെന്നും ആ കാര്യത്തിൽ ഊന്നിയിട്ടുള്ള അദ്ദേഹത്തിന്റെ എല്ലാ മറുപടികളും അല്ലെങ്കിൽ അതിനെ വാദിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ എല്ലാ മറുപടികളും ഈ 90% വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണെന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ജാതി സെൻസസ് എന്ന ആശയവുമായി ഇനിയും മുൻപോട്ട് പോകാനാകുമെന്നും ഒരുപാട് അവകാശങ്ങളും അവസരങ്ങളും നിഷേധിച്ച മനുഷ്യർക്ക് ഈ ജാതി സെൻസസിന്റെ ഒരു പുനർനിർവചനം കൊണ്ട് അല്ലെങ്കിൽ ആ സെൻസസ് നടപ്പാക്കുന്നത് കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകുമെന്നും നമുക്കും പ്രതീക്ഷിക്കാം.